ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയൊരു കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഇവിടെ 2 ഉരുളൻകിഴങ്ങ് നന്നായിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് 2 വിസിൽ അടിക്കണത് വരെ ഒന്ന് വേവിച്ചിട്ടെടുക്കുക. എന്നിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതങ്ങനെ ഞാനിപ്പോൾ ഇത് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ അപ്പോൾ 2 വിസിലടിച്ച് കഴിഞ്ഞ് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കട്ടോ. അപ്പോൾ അതങ്ങനെ കിഴങ്ങ് അവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഞാനിവിടെ ഒരു ചട്ടി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1.5 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകും കൂടി പൊട്ടി വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വലിയ ഉള്ളിയാണ് കേട്ടോ. വലിയ ഉള്ളി ഞാൻ ചെറുതാക്കിയിട്ട് അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഉള്ളിയേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിക്ക് എരിവിന് ആവശ്യമായിട്ട് ഞാനിതവിടെ 3 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളിതിലേക്ക് മുളക് പൊടി ഇടൂല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 മുളകും കൂടെയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ നമുക്ക് ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മസാലപ്പൊടികളാണ് കേട്ടോ. ഞാനിതവിടെ 1 സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 സ്പൂണോളം വലിയ ജീരകം പൊടിച്ചതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3/4 സ്പൂണോളം ഞാൻ ഇതിലേക്ക് ഗരം മസാല പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ആ മസാലപ്പൊടിൻ്റെ ഒക്കെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇനി ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച കിഴങ്ങും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതങ്ങനെ ഞാൻ കിഴങ്ങും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ അതങ്ങനെ നമ്മുടെ കറി ഇപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ കറി ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് ഒന്ന് തിക്നെസ്സോട് കൂടിയിട്ട് തന്നെ നമ്മുടെ കറി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇപ്പോൾ കറിയൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് രാവിലെ എന്തും ആവട്ടെ ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു കിഴങ്ങ് കറിയാണ് കേട്ടോ അത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.